നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചിരട്ട വെച്ചുകൊണ്ടുള്ളൊരു എണ്ണയാണ്. സാധാരണയായി നമ്മൾ ചായപ്പൊടി, പഞ്ചസാര, അതേപോലെ ശർക്കര അതൊക്കെ വെച്ചാണ് എണ്ണ ചെയ്യാറ്. എങ്കിൽ തന്നെ അത് ഫ്ലോപ്പായി പോവുകയാണ് ചെയ്യുക. അധിക പേർക്കും ആർക്കും അധികം ആൾക്കും തന്നെ ഇതിൻ്റെ വെള്ളം കിട്ടാറില്ല, കരിഞ്ഞു പോയി എന്നൊക്കെയുള്ള പരാതിയാണ്. അപ്പോൾ ശരിക്കും ഇത് ഒരു ചിലവും ഇല്ലാതെ നമ്മൾ തേങ്ങ വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ ആ തേങ്ങയുടെ ചിരട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ചിരട്ട വെച്ച് നമുക്ക് എളുപ്പത്തിൽ ആർക്കും തന്നെ ഉണ്ടാക്കാവുന്ന ഒരു എണ്ണയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. 1-2 ചിരട്ട എടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയ ചിരട്ടയായിരിക്കണം. ഇനി ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ദിവസം മുഴുവനും വെച്ച് കൊടുത്താൽ നന്നായി ചൂടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു ചിരട്ട എടുത്തിട്ട് 1-2 ചിരട്ട എടുത്ത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ ചെറുതാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ചിരട്ടയൊക്കെ ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ നടുക്ക് ഭാഗത്ത് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ പാത്രത്തിൽ ഒരു ഭാഗം വെള്ളമാണ് എടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനൊരു വെയിറ്റ്, നമ്മൾ ചെറിയ അമ്മിക്കല്ലില്ലേ ചതയ്ക്കുന്നത്, അതാണ് വെച്ചെടുത്തത്. പിന്നെ അത് വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ ആവി ഒട്ടും പുറത്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം വെച്ചുകൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ സാധാ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ വെക്കില്ലേ, അപ്പോൾ അതുപോലെ വെള്ളം വെക്കുക. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക 1 മിനിറ്റോളം. പിന്നെ ഒരു 5-10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നമ്മളെ ആവി പാത്രമൊക്കെ എടുത്ത് മാറ്റി വെച്ച്, അപ്പം കണ്ടോ ഇഷ്ടം പോലെ നമുക്ക് ഈ എണ്ണ വാട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ ഇത് ചിരട്ട കംപ്ലീറ്റ് കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ നീരാവി കൊണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടം പോലെ കിട്ടും. കണ്ടോ വെള്ളം. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഈ പഞ്ചസാരയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചായപ്പൊടി, പഞ്ചസാര അങ്ങനെയൊക്കെ ഇടുമ്പോൾ ചിലപ്പോഴേ കിട്ടുകയുള്ളൂ. അത് തന്നെ കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. എത്രത്തോളം ടൈം വെക്കുന്ന അത്രത്തോളം വെള്ളവും കിട്ടും. കണ്ടോ ചിരട്ടയൊന്നും ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. കുറച്ച് മാത്രം അടിയിലോട്ട് ഒന്ന് കരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി കിട്ടി. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ നഖത്തിലൊക്കെ ഇടുന്ന ആ ഒരു കണക്കനുസരിച്ച് അല്പം തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതിന് നഖത്തിലോട്ട് കൈൻ്റെ അടിയിലാണെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പം നഖത്തിലൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൈയിൻ്റെ ഉൾവശത്ത് പൊതുവേ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉൾവശത്തും എവിടെ നിങ്ങൾ കയ്യിൽ എവിടെയൊക്കെ ഇടുന്നോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതൊക്കെ കഴുകിയിട്ടുണ്ട്. ഞാനിത് രാത്രിയായിരുന്നു ഇട്ടത്. അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ കഴുകിയതാണ്. അപ്പോൾ കണ്ടോ നന്നായി ചുമന്നിട്ടുണ്ട്. നമ്മൾ രാത്രി ഇട്ട് വെച്ച് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങ് കിടന്നുറങ്ങുകയാണെങ്കിൽ അത് പിറ്റേന്നേക്ക് നന്നായി ചുമന്ന് വരും. അപ്പോൾ ഇത് നന്നായി ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മുകളിൽ 1-2 പ്രാവശ്യം ഇട്ടാൽ നല്ല ഡാർക്ക് തന്നെ ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഫ്ലോപ്പായി പോവാതെ തന്നെ എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്